വേണ്ട വേണ്ട ലഹരി വേണ്ട ലഹരി വേണ്ട കൂട്ടരെ വേണ്ട വേണ്ട ലഹരി വേണ്ട കൂട്ടരെ വേണ്ട വേണ്ട ഹിംസ വേണ്ട ഹിംസ വേണ്ട കൂട്ടരെ വേണ്ട വേണ്ട ഹിംസ വേണ്ട ഹിംസ വേണ്ട കൂട്ടരെ തുരത്തണം 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 തുരത്തി പാടെ വെടിയണം ലഹരി എന്ന നാശ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായൊരു കാഴ്ചയാണ്. ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ലാതെ ആ സ്നേഹം മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും എന്താ പറയുക, അതിക്രമിച്ചിരിക്കുന്നു സമയം എന്ന് തന്നെ പറയാം. നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റാലിയാണ്. എല്ലാവരും ഈ റാലിയിൽ പങ്കെടുക്കുക. വീഡിയോയിൽ ഫുള്ളായും കാണണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ബിനു തോമസ് അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ഏതെല്ലാം രീതിയിൽ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ നാടുകളും നമ്മുടെ എല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് ഒരു സംഘടന മുന്നോട്ട് പോകുമ്പോൾ കെയറിനെ സംബന്ധിച്ച് ഇവിടെ ഈ യൂണിറ്റിന്റെ കീഴിലുള്ള ഓരോ വളണ്ടിയേഴ്സും വ്യക്തിപരമായി കൊണ്ട് ആരംഭിക്കുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ ബിനു തോമസ് സാർ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. തൊട്ടുപുറകിലായി സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ബഹുജനങ്ങൾ എന്നിവർ അണിനിരക്കേണ്ടതാണ്. ചെർപ്പളശ്ശേരിയിലും പരിസര പഞ്ചായത്തുകളിലും മാറാ രോഗങ്ങളാലോ വാർദ്ധക്യ സഹജമായോ കിടപ്പിലായ സഹോദര ബഹുജന റാലിയാണ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്നും ആരംഭിച്ച് ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. അഭ്യർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചിരുന്ന കേരളം ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ദുരന്ത ഭൂമിയായി മാറുന്ന ദുരവസ്ഥ മാറ്റിയെടുക്കാനുള്ള ജനമുന്നേറ്റത്തിന്റെ ഭാഗമായി ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ വിഭാവനം ചെയ്ത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ബഹുജന റാലിയാണ് ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത്. ആരും തന്നെ കാഴ്ചക്കാരായി മാറി നിൽക്കാതെ പ്രിയമുള്ളവരെ, നിങ്ങളും ഈ ജനമുന്നേറ്റത്തിൽ പങ്കാളികളാവുക. റാലിക്കു ശേഷം പഴയ പെട്രോൾ പമ്പ് പരിസരത്ത് ചേരുന്ന ജനകീയ സദസ്സിൽ ആർദ്രം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ടി ഹമീദ് അധ്യക്ഷത വഹിക്കുന്നതും ചെറുപ്പശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ്. ചടങ്ങിൽ ഷൊർണൂർ ഡിവൈഎസ്പി ശ്രീ ആർ മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ
പിഞ്ചുമക്കൾ ചുവടുവെക്കും ഭാവി കാലമോർക്കണേ നാശമാണീ വിപത്ത് ലഹരിയെ ചെറുക്കണേ നാശമാണീ വിപത്ത് ലഹരിയെ ചെറുക്കണേ അക്രമങ്ങൾ ഹിംസകൾ ക്രൂരതകൾ ഏറെയായി ഞെട്ടും വാർത്ത കേട്ടിടാൻ ത്രാണിയില്ല കൂട്ടരെ ഞെട്ടും വാർത്ത കേട്ടിടാൻ ത്രാണിയില്ല കൂട്ടരെ വരിക വരിക സോദരരെ നാട്ടിൽ നന്മ നെയ്തിടാൻ കണ്ണിയായി നീങ്ങണം ലഹരിയെ തുരത്തിടാൻ കണ്ണിയായി നീങ്ങണം ലഹരിയെ തുരത്തിടാൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നാടിനെയാകെ ഭീതിയിലാക്കുന്നു. തലച്ചോറിനെയും മറ്റ് അവയവങ്ങളെയും കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മരണദൂതനെ പോലെയാണ് നമുക്കിടയിൽ കടന്നു വന്നിരിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും വിതരണം നടത്തുന്നവരുടെയും അടക്കമുള്ള അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ആയുവേനറുത്ത് ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. കാരണം നമുക്ക് ഇതുവരെ ചെയ്ത് പരിചയമില്ലാത്ത ഒരു മേഖലയാണ്. ആളുകൾ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നറിയില്ലായിരുന്നു. പക്ഷേ ഇന്നിവിടെ നടന്ന റാലിയും ഇവിടെ കൂടിയ ജനങ്ങളും നമ്മുടെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഈ ലഹരി എന്നുള്ള മഹാവിപത്തിനെ ആട്ടി എങ്ങനെ പുറത്താക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കാണ്, അമ്മമാർക്കാണ്. അമ്മമാർക്കും അതേപോലെ തന്നെ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.